ഹാപ്പി ലൈഫ് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ടാണ് പരാജയങ്ങൾ ഉണ്ടാകുന്നത്? പലരും ചോദിക്കുന്ന, പലർക്കും അറിയാൻ താല്പര്യമുള്ള ഒരു കാര്യമാണ്. പരാജയങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം നമ്മൾ തന്നെ നൽകുന്ന വളരെ താഴ്ന്ന സെൽഫ് റേറ്റ് ആണ്. സെൽഫ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ആളുകളും ഈ ഭൂമിയിൽ ഓരോരുത്തർക്കും ഒരു മാർക്ക് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് എത്രയാണ് എന്നതിനെ ആശ്രയിച്ചാണ് നമ്മൾ വളരുന്നതും നമ്മൾ തളരുന്നതും. എനിക്കൊരു സെൽഫ് റേറ്റ്, ഒരു സ്വയം മതിപ്പ്, ഒരു മതിപ്പ് വില എനിക്ക് നൽകുന്നുണ്ട്. ആ വിലക്കനുസരിച്ച് എനിക്ക് വളരാനാകൂ. ഒരു തവണ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ വിളിച്ച് പറഞ്ഞു, മോനെ നീ ഏതായാലും ഡിഗ്രിക്കൊക്കെ പഠിക്കുമല്ലേ? അതെ. എന്നാൽ പിന്നെ നീ നന്നായി ഡിഗ്രിയൊക്കെ ഒന്ന് പാസ്സായി അത്യാവശ്യം ജനറൽ നോളജൊക്കെ ഒന്ന് വർദ്ധിപ്പിച്ച് നീ ഒരു സിവിൽ സർവീസിൻ്റെ പരീക്ഷയ്ക്കൊക്കെ ഒന്ന് പോയി നീ ഒരു IAS ഒക്കെ നേടി നീ ഈ ജില്ലയുടെ കളക്ടറായി വരണം എന്ന് പറഞ്ഞപ്പോൾ അവൻ ഒരു പ്രത്യേകമായ തരത്തിൽ തിരിച്ചു പോവുകയായിരുന്നു. മറ്റൊരു സമയത്ത് +2 സയൻസിന് പഠിക്കുന്ന ഒരു പയ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഏതായാലും സയൻസൊക്കെ പഠിക്കുമല്ലോ, നിനക്ക് മെഡിസിന് താല്പര്യമൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നീ ഒരു എൻട്രൻസ് ഒക്കെ എഴുതി ഒരു MBBS ഒക്കെ എടുത്ത് ഒരു MD MS ഒക്കെ എടുത്ത് ഒരു FRCP അല്ലെങ്കിൽ ഒരു MRCP ഒക്കെ എടുത്ത് കേരളത്തിൽ നമ്പർ 1 കാർഡിയോളജിസ്റ്റായിട്ട് നീ മാറണം എന്ന് പറഞ്ഞപ്പോഴും ഇതേ ചിരിയായിരുന്നു അവൻ്റെ മുഖത്ത്. മറ്റൊരുത്തനോട്, എടാ മോനെ നീ ഒരു MBA ഒക്കെ എടുത്ത് MBA HR ഒക്കെ പുറത്ത് ലണ്ടനിൽ പോയി ഒരു MBA ഒക്കെ ചെയ്ത് HR ഒരു MBA ഒക്കെ ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത് ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു കമ്പനിയുടെ HR മാനേജറായിട്ട് നീ ജോലിയിലേക്ക് പ്രവേശിക്കണം എന്ന് പറഞ്ഞപ്പോഴും അവൻ്റെ മുഖത്തും ഇതേ ഭാവമായിരുന്നു. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിൻ്റെ കാരണമാണ് ലോ സെൽഫ് റേറ്റ് എന്ന് പറയുന്നത്. നീ IAS കാരനാവണമെന്ന് പറയുന്ന ആ നിമിഷം തന്നെ ആ കുട്ടി അവൻ്റെ മനസ്സിൽ അവനൊരു മാർക്ക് ഇട്ടിട്ടുണ്ട്. അവൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ട്. അതെന്താണ്? IAS കാരനാകാൻ മാത്രം ഞാനില്ല എന്നുള്ളതാണത്. FRCP അല്ലെങ്കിൽ കേരളത്തിലെ നമ്പർ 1 കാർഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഓൺകോളജിസ്റ്റ് ആവാൻ മാത്രം ഞാനില്ല എന്നുള്ള ചിന്തയാണത്. അതുമല്ലെങ്കിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻ്റർനാഷണൽ കമ്പനിയിൽ മാനേജർ ആവാനുള്ള ഒരു പേഴ്സണാലിറ്റി എനിക്കില്ല എന്നുള്ള ചിന്തയാണ്. ഈ ചിന്തയാണ് പലപ്പോഴും പ്രശ്നം. മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരല്ല. നമ്മൾ യുണീക്ക്നെസ് ഉള്ളതോടൊപ്പം തന്നെ ലോകത്തിൽ വിജയം വരിച്ച മറ്റു പലരുടെയും കഴിവുകളുള്ളവർ തന്നെയാണ് നമ്മളെല്ലാവരും. പക്ഷേ നമ്മൾ മാനസികമായി നമുക്ക് ചെറിയ വില ഇട്ടത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് ഏറ്റവും വലിയ വിലയിടാൻ നമ്മൾ തയ്യാറാവുക. രാമേശ്വരം എന്ന് പറയുന്ന ഒരു നാട്ടിൽ പത്രം വിറ്റ് നടന്നപ്പോഴും പുളിങ്കുരു പൊറുക്കി വിറ്റ് നടന്ന സമയത്തൊക്കെയും കലാം സ്വയം കണ്ടത് ഉയരങ്ങളിലായിരുന്നു. പുളിങ്ങാക്കുരു പൊറുക്കി വിറ്റ് നടന്നിരുന്ന ആ കലാമിന് ചെറിയ വില കൊടുത്തല്ല കണ്ടത്. ആ കലാമിന് ഉയരങ്ങളിലായിരുന്നു കണ്ടിരുന്നത്. അതുപോലെ തന്നെ പട്ടിണിയും വളരെ കഷ്ടപ്പാടുമായി കോട്ടയം ജില്ലയിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന സമയത്തും KR നാരായണൻ എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും ഒരു വലിയ ഭരണാധികാരികളിൽ ഒരാളായ ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന KR നാരായണൻ പട്ടിണിക്കിടയിലും സ്വയം കണ്ടത് ഉയരങ്ങളിലായിരുന്നു. ഈ ഒരു ഹൈ സെൽഫ് റേറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുക. എല്ലാവരും ജീവിതത്തിൽ അങ്ങനെയുള്ള ഉയരങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി ഹൈ സെൽഫ് റേറ്റ് കൊടുക്കുക. നിങ്ങൾ ഒരിക്കലും മോശമല്ല. നിങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ റേറ്റ് കൊടുക്കേണ്ടത്. ആ റേറ്റ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാവുക. അങ്ങനെ ഉന്നതങ്ങളിലേക്കുള്ള യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളുമായി മറ്റ് എപ്പിസോഡുകൾ നമുക്ക് വീണ്ടും കാണാം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.